വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രി ശരിക്കും ഓൾറെഡി നമ്മളൊരു ക്ലാസ് കഴിഞ്ഞതാണ്. അപ്പോൾ അതൊരു അഡ്വാൻസ്ഡ് ലെവൽ ക്ലാസ് ആയിരുന്നു, കുറച്ചുകൂടിയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്ലാസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കുറച്ചുകൂടി ബേസ് ലെവലിലേക്ക് ഇറങ്ങി വന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഏതാണ്? ട്രിഗണോമെട്രി. ഓക്കെ, ഫസ്റ്റ് എന്താണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും സ്റ്റാർട്ടിങ്ങിലോട്ടെ നമ്മൾ പറയുവാണ്. എന്താണ് ട്രിഗണോമെട്രി? ട്രിഗണോമെട്രി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്സ് ദാറ്റ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ എന്താണ് ആംഗിൾസിനും അതിൻ്റെ സൈഡ്സിനും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്ന മാത്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി. ഓക്കെ, ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഇത് മെയിനായിട്ടും ട്രിഗണോമെട്രി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതായത് എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നോക്കാം എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമുക്കറിയാം, നമ്മൾ പല തരത്തിലുള്ള ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്, 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളാണ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് 2 സൈഡ്സ് മാത്രം ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ഉണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് മാത്രം ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ഉണ്ട്. അതാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആ 90 ഡിഗ്രി ആംഗിൾ വരുന്നത് കണ്ടോ, അതിൻ്റെ ചെറിയ 2 വശങ്ങൾക്കിടയ്ക്ക് ആണ്, ചെറിയ 2 സൈഡ്സിനിടയ്ക്കാണ് ഈ 90 ഡിഗ്രി ആംഗിൾ വരുന്നത്. ഓക്കെ, ഈ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ സൈഡിനും സ്പെസിഫിക് ആയിട്ടുള്ള പേരുകളുണ്ട്. നമ്മൾ സാധാ ട്രയാങ്കിൾ പറയുമ്പോൾ അങ്ങനെ സൈഡ്സിന് പേരൊന്നും പറയാറില്ല. 3 സൈഡ്സ് ഇപ്പോൾ നമ്മളൊരു കൊടുക്കുന്ന പേര് പോലെ ഇരിക്കും, ABC. അപ്പോൾ AB, BC, CD അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷേ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിനും ഓരോ പേരുകളുണ്ട്. ഓക്കെ, അതിൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡിന് പറയുന്ന പേരാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. ഹൈപ്പോട്ടിന്യൂസ്. ഓക്കെ, പിന്നെ വേറെ 2 സൈഡുകളുണ്ട്. ഈ 2 സൈഡുകൾ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന സൈഡുകളാണ്. ഈ സൈഡുകൾ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡും ഉണ്ട്, ബേസും ഉണ്ട്, ഹൈപ്പോട്ടിന്യൂസും ഉണ്ട്. ഈ 3 സൈഡുകളാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനെ വേറൊരു പേര് വിളിക്കാറുണ്ട്. എന്താണ്? ഓർത്തോഗണൽ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഓർത്തോഗണൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളുണ്ടെന്ന് പറഞ്ഞു. ആ പേരുകളിൽ മെയിനായിട്ട് വരുന്നതാണ് റൈറ്റ് ആംഗിൾ, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എന്ത്? ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. കണ്ടോ, അതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കണം. അതായത് ചിലപ്പം ഒരു സൈഡ് ക്വസ്റ്റിനിൽ തന്നിരിക്കും, ബാക്കിയുള്ള സൈഡ് കണ്ടുപിടിക്കണം. അതായത് 2 സൈഡ് തന്നിരിക്കും, നമ്മൾ 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഓക്കെ, അതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഞാൻ പറഞ്ഞു 3 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഹൈപ്പോട്ടിന്യൂസ്, ഓൾട്ടിറ്റ്യൂഡ്, ബേസ്. ഓക്കെ, അടുത്തത് പൈതഗോറസ് തിയറം ആണ്. അപ്പോൾ എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? ശരിക്കും പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു തിയറമാണ് പൈതഗോറസ് തിയറം. സൈഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ്? ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഈ 3 സൈഡുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു തിയറമാണ് പൈതഗോറസ് തിയറം. അതുപോലെ തന്നെ ഈ 3 സൈഡുകളിൽ ഇപ്പോൾ ഏതെങ്കിലും 2 സൈഡ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 സൈഡ് തന്നിട്ട് 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഞാനിപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ 90 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരച്ചു. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് അതിന് നമുക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ കൊണ്ടൊക്കെ ഡിനോട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ABC എന്ന് പറയുന്ന ഒരു സൈഡ്സ് ആക്കി തന്നെ കൊടുത്തു. ABC ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നിരിക്കട്ടെ. ABC ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുന്ന റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഹൈപ്പോട്ടിന്യൂസ്. ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവർക്കിടയ്ക്കുള്ള റിലേഷൻഷിപ്പ് പറയണം. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ശരിക്കും ഇതാണ് പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു
ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഹൈപ്പോട്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ബേസും ഓൾട്ടിറ്റ്യൂഡിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈപ്പോട്യൂസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഹൈപ്പോട്യൂസിൻ്റെ സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ അല്ലേ ഇത്? അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഹൈപ്പോട്യൂസ് കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്യൂസ് ഇസ് ഈക്വൽ ടു, നമുക്ക് പറയാം എന്താണ്, റൂട്ട് ഓഫ് ഹൈപ്പോട്യൂസിൻ്റെ സ്ക്വയർ ആണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പം ഞാൻ പറയുവാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിലൂടെ അങ്ങ് ചെയ്തു പോവാം. ഞാൻ പറയുവാണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡുകൾ തന്നിരിക്കുകയാണ്. എന്താണ്? ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ, ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ അതിൻ്റെ ഹൈപ്പോട്യൂസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു ക്വസ്റ്റ്യനിൽ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഹൈപ്പോട്യൂസ്. ഹൈപ്പോട്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈപ്പോട്യൂസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താ ഇക്വേഷൻ? ഹൈപ്പോട്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്യൂസ് സ്ക്വയർ ആണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ബേസ് ഇവിടെ എത്ര? 6. അപ്പോൾ ഇങ്ങോട്ട് എഴുതുവാണേ മുകളിലോട്ട്. റൂട്ട് ഓഫ് 6ൻ്റെ സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ എത്ര? റൂട്ട് ഓഫ് 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64, 64. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? 36 പ്ലസ് 64 റൂട്ട് 100 എന്ന് വരും. റൂട്ട് 100 എന്താണ്? 10 സെൻറ്റിമീറ്റർ. അതായത് നമുക്കിത് എന്താ കിട്ടിയത്? ഹൈപ്പോട്യൂസിൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഹൈപ്പോട്യൂസോ ബേസോ ഓൾട്ടിറ്റ്യൂഡോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്താണ്? ഹൈപ്പോട്യൂസിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഹൈപ്പോട്യൂസ് ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ആ ഒരു സിംഗിൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും പിന്നെ ബേസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് ബേസ് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ഇക്വേഷൻസ് എഴുതാൻ പറ്റും. നമ്മുടെ ബേസിക് ഇക്വേഷൻ ഏതായിരുന്നു? ഹൈപ്പോട്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിൽ നിന്ന് ഹൈപ്പോട്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ ആണ് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്താ? ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കേട്ടോ, ഒരു ഇക്വേഷനിൽ നമുക്കറിയാം എന്താണ്? പ്ലസ് സൈൻ ഉള്ള ഒരു സാധനം അല്ലേ? ഇക്വേഷനിൽ നമുക്കറിയാം ലെഫ്റ്റ് LHS ഉണ്ട് RHS ഉണ്ട് അല്ലേ? അതിൽ LHS എന്താണ്? ഇതൊന്ന് കട്ട് ചെയ്യണേ, LHS RHS പറയണം. അപ്പോൾ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈപ്പോട്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഹൈപ്പോട്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിൽ നിന്ന് ബേസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ബേസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കണ്ടോ, ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ഓക്കെ ആണല്ലോ? ഇനി ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓൾട്ടിറ്റ്യൂഡും കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഹൈപ്പോട്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് എഴുതാം. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോട്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതിൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ? ഹൈപ്പോട്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? പൈതഗോറസ് തിയറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനിയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യൂസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്ത്? പൈതഗോറസ് തിയറം, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഓരോ സൈഡ്സിനൊക്കെ പറയുന്ന പേര്, 2 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു ബേസ് ഉണ്ട്. ഇനി ട്രിഗണോമെട്രിക് റേഷ്യൂസ് എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാവർക്കും കുറച്ചൊന്ന് കൺഫ്യൂഷനായി വരുന്നത്. നമുക്കത് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു പോകാം. ശരിക്കും ട്രിഗണോമെട്രിക് റേഷ്യൂസ് എന്താണ്? ട്രിഗണോമെട്രിക് റേഷ്യൂസ് ആർ ദ റേഷ്യൂസ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ. ഓക്കെ, റേഷ്യൂസ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ.
ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകൾക്കിടയ്ക്കുള്ള റേഷ്യൂസിനെ കുറിച്ച് പറയുന്നതാണെന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് റേഷ്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ 6 തരത്തിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൈന്, കോസ്, ടാന്, അല്ലേ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഇതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. അതിന് മുന്നേ ഞാൻ പറഞ്ഞു ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് സിംപ്ലി ഞാൻ പറയുവാണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. പേരൊക്കെ കൊടുക്കാം, ABC പേര് കൊടുത്തു. ഇനി ഈ 2 ആംഗിൾസ് കണ്ടോ നിങ്ങൾ? ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഈ ആംഗിളും എന്താണ്? 90 ഡിഗ്രി അല്ല, 90 ഡിഗ്രിയേക്കാൾ ചെറുതായിട്ടുള്ള ആംഗിൾസ് ആണ്. 90 ഡിഗ്രി അല്ല, 90 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും. എന്തുകൊണ്ടാണ് 90 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നില്ല, ഏതൊരു ട്രയാങ്കിളും ആയിക്കോട്ടെ, ആ ട്രയാങ്കിൾസിൽ ആംഗിൾസിൻ്റെ എല്ലാം സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് ഇതിൽ വരുന്നതല്ല, ഞാൻ പറഞ്ഞതാണ് ജനറൽ ആയിട്ടൊരു കാര്യം. ഒരു നോർമൽ ട്രയാങ്കിൾ എടുത്താൽ അതിനകത്തുള്ള ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ എല്ലാം സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കി 2 ആംഗിൾ കൂടി ചേരുമ്പോഴായിരിക്കുമല്ലോ ബാക്കി 90 ഡിഗ്രി കൂടി വരുന്നത്, അല്ലേ? ടോട്ടൽ 180 വരണം. അപ്പോൾ ഇത് 90 ആണ്. അപ്പോൾ ബാക്കി 2 പേരോട് ചേരുമ്പോഴായിരിക്കും 180 ഡിഗ്രി ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ആംഗിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആംഗിൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഞാൻ എടുത്തിരിക്കട്ടെ. അതായത് ഹൈപ്പോട്ടിന്യൂസിനും ബേസിനും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ ഞാൻ കൺസിഡർ ചെയ്തു. ആ ആംഗിളിന് ഞാൻ തീറ്റ എന്ന് കൊടുത്തു. തീറ്റ തന്നെ ആവണമെന്നില്ല. ഓക്കെ, എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. തീറ്റ എന്നോ ആൽഫ എന്നോ ബീറ്റ എന്നോ അല്ലെങ്കിൽ ആംഗിൾ എന്താണ് സി എന്നോ ആംഗിൾ സി എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ് ഇവിടെ? ആംഗിൾ ബിറ്റ്വീൻ ദ ഹൈപ്പോട്ടിന്യൂസ് ആൻഡ് ബേസ്. ഹൈപ്പോട്ടിന്യൂസിനും ഏതെങ്കിലും ഒരു ചെറിയ സൈഡിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ഈ പറഞ്ഞ തീറ്റ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ട്രിഗണോമെട്രിക് റേഷ്യൂസ് വെച്ച് പറയാം. ഞാൻ പറഞ്ഞു 6 ട്രിഗണോമെട്രിക് റേഷ്യൂസ് ആണുള്ളത്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, ഇത് 6 എണ്ണമാണ് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ഓഫ് തീറ്റ, സൈൻ ഓഫ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഓഫ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ്, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഏതാണ്? AB അല്ലേ? AB. ബൈ ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ഏതാണ്? AC അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുത്തെ സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് AB ഡിവൈഡഡ് ബൈ AC. അതാണ് ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂ. ഓക്കെ, അടുത്തത് വരുന്നതാണ് കോസ് ഫംഗ്ഷൻ. കോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അഡ്ജസൻ്റ് ആംഗിളാണ്. അഡ്ജസൻ്റ് ആംഗിളിനെ പറയാനാണ് നമ്മൾ കോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തീറ്റയാണ്. ഇതാണല്ലോ തീറ്റ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഈ ഒരു ആംഗിൾ വേണമെങ്കിലും തീറ്റയാക്കി എടുക്കാം. ഓക്കെ, പ്രശ്നമില്ല. ഇനി തീറ്റയുടെ കോസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് കോസ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും കോസ് തീറ്റ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അഡ്ജസൻ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഇതാണല്ലോ അഡ്ജസൻ്റ് സൈഡ്. അഡ്ജസൻ്റ് സൈഡ്, ഹൈപ്പോട്ടിന്യൂസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ നമുക്കിതിൻ്റെ കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻ്റ് സൈഡ് ഏതാണ്? BC ഡിവൈഡഡ് ബൈ എന്ത്? ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് ഏതാണ്? AC ആണ്. ഓക്കെ, BC ഡിവൈഡഡ് ബൈ AC ആണ്. ഇതാണ് ഇവിടുത്തെ കോസ് തീറ്റയുടെ വാല്യൂ. ഇനി അടുത്ത ആരാളെ? അപ്പം നമ്മൾ സൈൻ പറഞ്ഞു, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞു, കോസ് പറഞ്ഞു, എന്താണ്? അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞു. ഇനിയുള്ളത് ടാൻ ആണ്. ടാൻ എന്താണ്? ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? അഡ്ജസൻ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്, അതാണ് ടാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ടാൻ തീറ്റ ഉണ്ടോ? ഇതിൻ്റെ ടാൻ വാല്യൂ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്ന എപ്പോഴും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഇതിലൊരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടാൻ തീറ്റയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ, എന്തിനാണ് ഇതിൻ്റെയൊക്കെ യൂസ് എന്നുള്ളതാണ്. ഓക്കെ, പ്രോബ്ലത്തിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ തൽക്കാലം എന്താണ് ഇതൊക്കെ എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. സൈൻ എന്താണെന്നും കോസ് എന്താണെന്നും ടാൻ എന്താണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാം റെഡിയാവും. അപ്പോൾ ടാൻ തീറ്റ എന്താ ഞാൻ പറഞ്ഞേ?
ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ അവിടെ? ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് എ ബി ആണ്. അപ്പോൾ എ ബി ഡിവൈഡഡ് ബൈ എന്താണ്? ബി സി. എ ബി ഡിവൈഡഡ് ബൈ ബി സി. ഇതായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ കിട്ടി, കോസ് തീറ്റ കിട്ടി, ടാൻ തീറ്റ കിട്ടി. ഇത് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത ഒരു 3 ആൾക്കാരോട് വരുന്നുണ്ടേ. ആരൊക്കെയാണ്ടേ? കൊസീക്ക്, സീക്ക്, കോട്ട്. നിങ്ങൾ സൈനും കോസും ടാനും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റത് 3ഉം സുഖമായിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? അതായത് ഇപ്പം സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്താൽ സൈനിൻ്റെ റെസിപ്രോക്കൽ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? കൊസീക്ക്. റെസിപ്രോക്കൽ അറിയാമല്ലോ, ഒന്ന് എ ആണെങ്കിൽ മറ്റത് 1/a ആയിരിക്കും. അതാണ് റെസിപ്രോക്കൽ. അപ്പോൾ സൈനിൻ്റെ വാല്യൂ, സൈൻ തീറ്റയുടെ വാല്യൂ ഇപ്പോൾ എന്താ പറഞ്ഞത്? AB/AC ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാണ് സൈൻ, ഇപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ ഇവിടെ എന്തായിരുന്നു? AB/AC അല്ലേ? AB/AC ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഞാൻ പറഞ്ഞു കൊസീക്ക് തീറ്റ എന്തെഴുതാം? കൊസീക്ക് തീറ്റ ഈക്വൽ ടു 1/sin തീറ്റ. 1/sin തീറ്റ. ഓക്കെ, അതാണ് കൊസീക്ക് തീറ്റ എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള സ്ലൈഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തൽക്കാലം ഇത് ഇത്രയും ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, കണ്ടോ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഞാൻ സൈനും കോസും ടാനും ഓരോന്നൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് വിശദമായിട്ട് പഠിക്കുക എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റത്തെ സൈൻ തീറ്റയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു പടത്തിൽ ഇതാണ് ഈ സി എന്ന് പറയുന്ന ആംഗിൾ ആണ് കേട്ടോ. ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയുടെ ഈ ഒരു സൈഡ് നമുക്ക് ബേസ് ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് ആണ്. ഇത് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അതിന്റെ ഹൈപ്പോട്ടിന്യൂസും ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നും പറയാൻ പറ്റും. എന്താണ്? ആദ്യം സൈൻ ഓഫ് ആംഗിൾ തീറ്റ. ഇതാണ് തീറ്റ. ഞാൻ പറഞ്ഞു ഹൈപ്പോട്ടിന്യൂസിനും ഏതെങ്കിലും ഒരു സൈഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? സൈൻ ഓഫ് ആംഗിൾ തീറ്റ. സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇവിടെ ഓപ്പോസിറ്റ് ഏതാടെ? ബി അല്ലേ? ബി ആണ്. ബൈ ഹൈപ്പോട്ടിന്യൂസ് ഏതാ? സി. അപ്പോൾ കണ്ടോ സൈൻ തീറ്റ ഈക്വൽ ടു B/C കിട്ടിയത് കണ്ടോ. അതുപോലെ കോസ് തീറ്റ എന്താ പറഞ്ഞേ? കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അഡ്ജസന്റ് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഇതല്ലേ? എ അല്ലേ? A ബൈ ഹൈപ്പോട്ടിന്യൂസ് സി. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു A/C എന്നും കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് ടാൻ തീറ്റ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആണ് പറഞ്ഞത്. അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അഡ്ജസന്റ് കണ്ടോ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബി, അഡ്ജസന്റ് എ. അപ്പൊ ടാൻ തീറ്റയുടെ വാല്യൂ B/A എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫസ്റ്റത്തെ 3 എണ്ണം പറഞ്ഞതാണ്. അടുത്തതിലേക്ക് വരാം. അടുത്ത് നോക്കിക്കേ, നമുക്ക് കൊസീക്ക് തീറ്റ നോക്കാം. കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാമോടെ? കൊസീക്ക് തീറ്റ നമ്മുടെ സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ്. സൈൻ തീറ്റ എന്താ വന്നേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ വന്നത്? അപ്പോൾ നമുക്ക് കൊസീക്ക് തീറ്റ എങ്ങനെ പറയാം? കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ. കൊസീക്ക് തീറ്റ 1/sin തീറ്റ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇസ് ഈക്വൽ ടു സൈൻ തീറ്റയുടെ വാല്യൂ ഇവിടെ എന്തായിരുന്നു? സൈൻ തീറ്റ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/sin തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. 1/ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. കണ്ടോ 1/ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് വന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ 1/, വെച്ചിട്ട് താഴെ വീണ്ടും ഒരു ഫ്രാക്ഷൻ വന്നെന്നിരിക്കട്ടെ. കണ്ടോ 1/1/x ഇങ്ങനെയൊക്കെ ഒരു ഫ്രാക്ഷൻ വന്നാൽ എന്ത് ചെയ്യൂടാ? ഈ താഴെയുള്ള ആളങ്ങ് മുകളിൽ പോകും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മാത്സിൽ 1/, വേറൊരു ഫ്രാക്ഷൻ വന്നാൽ രണ്ടാമത്തെ താഴെ ഡിനോമിനേറ്ററുള്ള ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ അങ്ങ് മുകളിൽ പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതങ്ങ് മുകളിൽ വന്നിട്ട് ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടി. ഇതാണ് എന്ത്? കൊസീക്ക് തീറ്റയുടെ വാല്യൂ. അപ്പോൾ ഈ ആംഗിൾ തീറ്റ, വാട്ട് ഈസ് ദ കൊസീക്ക് ഓഫ് ആംഗിൾ തീറ്റ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം സൈൻ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരും അല്ലേ? അപ്പോൾ ആലോചിക്കുക, സൈൻ അറിയാമല്ലോ, സൈനിന്റെ നേരെ റെസിപ്രോക്കലാണ്. സൈൻ ഇപ്പോൾ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ റെസിപ്രോക്കലായ കൊസീക്കിനെ എങ്ങനെ പറയാം? ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? ബി ആണ്. ബൈ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? ബി ആണ് അല്ലേ? C/B അല്ലേ എഴുതിയിരിക്കുന്നത്? ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് എന്താണ്? നമ്മൾ കോസ് തീറ്റ പറഞ്ഞു. കോസിന്റെ റെസിപ്രോക്കലായ സീക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഞാൻ പറഞ്ഞു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സീക്ക് തീറ്റ ഈക്വൽ ടു 1/cos തീറ്റ. അതായത് 1/ എന്താണ്? കോസ് തീറ്റയ്ക്ക് പകരം അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്രാക്ഷൻ്റെ അടിയിൽ വേറൊരു ഫ്രാക്ഷൻ വന്നു. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് അങ്ങ് മുകളിൽ പോയിട്ട് ഹൈപ്പോട്ടിന്യൂസ്
ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വരും. അതാണ് എന്തിൻ്റെ വാല്യൂ? അതാണ് ഇവിടുത്തെ സീക്കിൻ്റെ വാല്യൂ, സീക്ക് തീറ്റയുടെ വാല്യൂ. സീക്ക് തീറ്റ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ ആണല്ലോ. അടുത്ത എന്താണ്? കോട്ട് തീറ്റ അല്ലേ? കോട്ട് തീറ്റയാണ് പഠിക്കാനുള്ളത്. കോട്ട് തീറ്റ ഇപ്പോൾ ഇത്രയും കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമ്മൾ കോട്ടിനെ കൂടിയേ പറയാനുള്ളൂ. സൈനിൻ്റെ ആളിനെ കിട്ടി, സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ കൊസിക് തീറ്റ കിട്ടി, കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ സീക്ക് തീറ്റേനെയും കിട്ടി. ഇനി ആരാ ഉള്ളത്? ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് എന്ത്? കോട്ട് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. ടാൻ തീറ്റ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരുന്നു. അതിൽ നമുക്ക് കോട്ട് തീറ്റ എന്ന് പറയാം. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ. 1 ബൈ ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടാൻ തീറ്റ എങ്ങനെയായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ 1 ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആകുമ്പോൾ എങ്ങനെ വരും? അഡ്ജസൻറ്റ് അങ്ങ് മുകളിൽ പോകും. അതായത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. അതാണ് കോട്ട് തീറ്റയുടെ വാല്യൂ. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ നമ്മൾ ഈ ടാൻ തീറ്റ പറയുമ്പോഴേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ടാൻ തീറ്റ പറയുമ്പോഴേടാ നമുക്കറിയാം ടാൻ തീറ്റ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയാം, നമുക്ക് ടാൻ തീറ്റ എന്തായിരുന്നു? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരുന്നു. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരുന്നു നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. നമ്മൾ എന്താ പഠിച്ചത്? സൈൻ തീറ്റയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ കോസ് തീറ്റയുടെ വാല്യൂ ഞാൻ എന്താ പറഞ്ഞേ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ടാൻ തീറ്റ എങ്ങനെ എഴുതാം? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് മൂന്നും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ തോന്നുന്നുണ്ടോ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്താ അവിടെ കിടക്കുന്നത്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്നല്ലേ കിടക്കുന്ന? അതെ, അതായത് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ് അല്ലേ? ടാൻ തീറ്റ ഈക്വൽ ടു ഇത് പറയാം, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് പറയാം. ഓക്കെ ആണോ? അതായത് എന്താ? സൈൻ തീറ്റ എന്ത് വരും? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റയ്ക്ക് വരെ എന്തെഴുതാം? അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കൊടുക്കാം. ഒരു ഫ്രാക്ഷൻ്റെ അടിയിൽ വേറൊരു ഫ്രാക്ഷൻ വന്നില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ ഏതാണ് ഇവിടെ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ന്യൂമറേറ്റർ അങ്ങ് എഴുതാം. ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനിയുള്ള കാര്യമാണേ. ഇപ്പോൾ താഴെ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. കണ്ടോ? അപ്പോൾ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസും കട്ടായിപ്പോയി. അപ്പോൾ ബാക്കി എന്താ റിമൈനിങ്? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അതാണ് എന്ത്? ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വന്നത്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയോട് നമുക്ക് പറയാൻ പറ്റും. ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അതുപോലെ തന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയും ടാൻ തീറ്റയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോട്ട് തീറ്റയും. നിങ്ങൾ ആലോചിക്കുക, കോട്ട് തീറ്റ എന്തായിരിക്കും? അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ തീറ്റയാണ്. 1 ബൈ ടാൻ തീറ്റ ആകുമ്പോഴോ എങ്ങനെയായിരിക്കും കോട്ട് തീറ്റ? കോട്ട് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ വന്നപ്പോൾ ടാൻ തീറ്റ വന്നപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആയിരുന്നു അല്ലേ? ഇനി ടാൻ്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറഞ്ഞു? കോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ട് തീറ്റ എന്തായിരിക്കും വരുന്നത്? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. എന്താണ്? കോട്ട് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തിനാണ്? കോട്ട് തീറ്റ കേട്ടോ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഓക്കെ, ക്ലിയർ ആയോ? കണ്ടോ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് നോട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് സൈൻ തീറ്റ എന്താണ്? കണ്ടോ, സൈൻ ഓഫ് ദ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് തീറ്റ ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് തീറ്റ ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് തീറ്റ എന്നുള്ളതാണ് അല്ലേ? അതാണ് ടാൻ തീറ്റ. പിന്നെന്താ? പിന്നെ കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ദേ റെസിപ്രോക്കൽസ് ഓഫ് സൈൻ തീറ്റ, കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ റെസ്പെക്റ്റീവ്ലി. ഞാൻ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഉണ്ടോ? കൊസീക് തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ എക്സ്പ്രഷൻ ഉണ്ടോ? അപ്പോഴോ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സീക് തീറ്റ ആകുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കോട്ട് തീറ്റ ആകുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇനി നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ. എന്താണ് ഡിഗ്രി, എന്താണ് റേഡിയൻ? ശരിക്കും ബേസിക്കലി പറഞ്ഞാൽ ഈ ഡിഗ്രി ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ റേഡിയൻ ആണെങ്കിലും
രണ്ടും ആംഗിളിൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ്. ആംഗിളിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഗ്രിയും റേഡിയനും. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ചിലപ്പം ഡിഗ്രിയിൽ തന്നിരിക്കും, റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറയും. ചിലപ്പോൾ റേഡിയനിൽ തന്നിട്ട് അതിനെ തിരിച്ച് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ പറയുന്നത്. നോക്കിക്കേ, ജോമെട്രി ബോത്ത് ഡിഗ്രി ആൻഡ് റേഡിയൻ റെപ്രസെന്റ് ദ മെഷർ ഓഫ് ആൻ angle and one complete anti-clockwise revolution can be represented by 2 pi or 360 degree. നമുക്കറിയാം ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്താണ്? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ. ഇത് ശരിക്കും എത്ര? നമ്മൾ 360 ഡിഗ്രി അല്ലേ പറയുന്ന ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആണല്ലോ. വിച്ച് ഈസ് ഈക്വലന്റ് 2 പൈ. അതിനെയാണ് നമ്മൾ ശരിക്കും 2 പൈ എന്ന് പറയുന്നത്. 360 ഡിഗ്രി ഈസ് ഈക്വലന്റ് ടു 2 പൈ ആണ്. ഓക്കെ, അതിന് നമുക്ക് പൈ എന്ന് പറയാം. പൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എങ്ങനെയാണ്? 2 പൈ ഈക്വൽ ടു 360, പൈ ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? പൈ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വരും അല്ലേ? അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ പൈ ബൈ 2 എന്തായിരിക്കും? അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. പൈക്ക് ഇക്വലായിട്ട് നമ്മൾ പൈ എന്നുള്ള വാല്യൂ എവിടെ കണ്ടാലും, പൈ എന്നുള്ള വാല്യൂ എവിടെ കണ്ടാലും എന്ന് വെച്ചാൽ ഡിഗ്രി ടു റേഡിയൻ മെഷറിൽ മാത്രം പൈയുടെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 180 ആയിട്ട് എടുക്കണം. അല്ലാതെ പൈയുടെ വാല്യൂ 180 അല്ല കേട്ടോ. പൈയുടെ വാല്യൂ 3.14 ആണ്. നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എന്താണ് അല്ലെങ്കിൽ 22/7 എന്നുള്ള വാല്യൂ കൊടുത്താണ് ചെയ്യുന്നത്. നമ്മൾ ആംഗിളും ഡിഗ്രിയും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പൈയുടെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈ എന്നൊരു രീതിക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിക്കുക അത് 180 ആക്കി അസ്യൂം ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യനിൽ ചിലപ്പം അവർ ആംഗിൾ ഡിഗ്രിയിൽ തന്നിരിക്കും, നമ്മൾ അതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. ഡിഗ്രിയിൽ തന്നിരിക്കുന്ന സാധനത്തിന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യും? അതായത് ഇപ്പോൾ ഡിഗ്രിയിൽ ഞാൻ പറയുവാണ് 90 ഡിഗ്രി കൺവേർട്ട് 90 ഡിഗ്രി ടു റേഡിയൻ എന്ന് പറയുവാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഡിഗ്രി തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? 90 ഡിഗ്രി ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ? അപ്പോൾ എന്ത് വരും? 90യും 180യും തമ്മിൽ കട്ട് ചെയ്ത് പോയി 2 വന്നു, പൈ ബൈ 2. കണ്ടോ? അപ്പോൾ ഡിഗ്രിയിലുള്ളൊരു വാല്യൂവിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഗ്രീനെ റേഡിയനിലോട്ട് ആക്കാൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, നമുക്കതുപോലെ ഓരോ ആംഗിൾ നോക്കിയാലോ. ഞാൻ പറയുവാണ് 30 ഡിഗ്രി. ഇപ്പോൾ 30 ഡിഗ്രി ഈസ് ഈക്വലൻ ടു എത്ര റേഡിയൻ ആണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പോൾ 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഏതാണ്? ഡിഗ്രിയിലുള്ള ഏതാണ്? 30 ഡിഗ്രി അല്ലേ? ഈ റേഡിയനിലല്ലേ ആക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 30 ഇൻറ്റു പൈ ബൈ 180. എങ്ങനെ ചെയ്യാം? 0 കട്ട് ചെയ്തു, 3യും 18ഉമായിട്ട് കട്ട് ചെയ്തു, എന്ത് വരും? 6 എന്ന് വരും. സോ പൈ ബൈ 6 ഈസ് ദ ആൻസർ. സോ 30 ഡിഗ്രി ഈസ് ഈക്വലൻ ടു പൈ ബൈ 6 റേഡിയൻ ആണ്. ഓക്കെ, അതുപോലെ 60 ഡിഗ്രി അതും ചെയ്യാം. 60 എങ്ങനെ വരും? 60 ഡിഗ്രി ആവുമ്പോൾ 60 ഇൻറ്റു പൈ ബൈ 180. 60 ഇൻറ്റു പൈ ബൈ 180. 0 കട്ട് ചെയ്തു, എന്ത് വരും? 6ഉം 18 തമ്മിലാകുമ്പോൾ 3 വരും അല്ലേ? പൈ ബൈ 3 എന്ന് വരും. കണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഉത്തരം ഒരു ഡൗട്ട് വന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യൂടെ? ഈ പൈയുടെ വാല്യൂ ഞാൻ പറഞ്ഞു ഓൾറെഡി എന്താണ് 180 ആണെന്ന് പറഞ്ഞു അല്ലേ? 180/3 ഒന്ന് ചെയ്ത് നോക്കിക്കുക. 180/3 ചെയ്യുമ്പോൾ 60 വരുന്നില്ലേ? 180/3 ചെയ്യുമ്പോൾ എന്താണ് 60 വരുന്നു. അപ്പം നമ്മൾ ചെയ്തത് കറക്റ്റാണ്. ഓക്കെ, അങ്ങനെയാണ് ഡിഗ്രിയിൽ തന്നിരിക്കുന്ന ഒരു വാല്യൂവിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോണതാണ് ട്രിഗണോമെട്രിക് ടേബിളിനെ കുറിച്ച്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. വാല്യൂസ് എന്ന് പറയുമ്പോൾ ഈ 90 വരെയുള്ള വാല്യൂസ് കണ്ടോ? 90 വരെയുള്ള വാല്യൂസ് നമുക്ക് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാനുള്ള ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് പറയാം. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാ സൈൻ, കോസ്, ടാൻ ഈ 3 കാര്യങ്ങൾ മാത്രം ആദ്യം എടുക്കുക. കണ്ടോ? സൈനും കോസും ടാനും മാത്രം ആദ്യം എടുക്കുക. എവിടെ വരെ? 90 ഡിഗ്രി, ഏതാണ്ട് ഒരു 90 ഡിഗ്രി വരെയുള്ള വാല്യൂസ് വരെ ഇത്രയും ഒരു റേഞ്ചിൽ അങ്ങ് നോക്കി വെച്ചിരിക്കുക. നമ്മളെ പ്രോബ്ലംസ് എല്ലാം കൂടുതലും ഫോക്കസ് ചെയ്തിരുന്ന ഈ ഒരു ഏരിയ വരെ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും കേട്ടോ. അതൊന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് സൈൻ 0? കണ്ട, സൈനിൻ്റെ 0 വാല്യൂ. സൈൻ 0 എന്താണ്? 0 ആണ്. എപ്പോഴും ആലോചിക്കുക ഒരു കാര്യം ഞാൻ പറയാം. സൈനിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, സൈനിൻ്റെ വാല്യൂ 0 to 1 വരെയാണ്. സൈനിൻ്റെ വാല്യൂ റേഞ്ചസ് ഫ്രം 0 to 1 ആണ് കേട്ടോ സൈൻ. അപ്പോൾ അതിനിടയ്ക്കായിരിക്കും ബാക്കി വരുന്ന എന്താണ് ഓരോ വാല്യൂസും വരുന്നത്. ഓക്കെ, സൈൻ 0 ആണ് കണ്ടോ. സൈനിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്ന 90ലാണ്. സൈൻ 91. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൈൻ 180 വന്നപ്പോൾ വീണ്ടും 0 ആയതുകൊണ്ടോ പിന്നെ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണേ. അപ്പോൾ സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. മിനിമം വാല്യൂ എന്ന് വെച്ചാൽ 0 ആണ്. സൈൻ 0, സൈൻ 91. അത് രണ്ടും ആദ്യം അങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ ഞാൻ സൈനിൻ്റെ കേസാണ് ആദ്യം പറയുന്നത്. അപ്പോൾ സൈനിൻ്റെ കേസ് പറഞ്ഞപ്പോൾ സൈനിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. മാക്സിമം വാല്യൂ എന്താണ്? 90 ആണെന്ന് പറഞ്ഞു അല്ലേ? സൈൻ 0, സൈൻ 91. ബാക്കി എല്ലാ വാല്യൂസും ഈ ഒരു റേഞ്ചിനകത്തായിരിക്കും നിൽക്കുന്നത്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ബാക്കി നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? സൈൻ 30 അല്ലേ? സൈൻ 30യുടെ വാല്യൂ വന്നിട്ട് 1/2 ആണ്. ഈ 1/2 ശരിക്കും എന്താണ്?
0.5, അത് 0യേക്കാളും വലിയ വാല്യൂ അല്ലേ, കുറച്ചുകൂടി വാല്യൂസ് കൂടിയല്ലേ വരുന്നത്. അതെ. പിന്നെ അടുത്തത് sin 45 1/√2 കണ്ടോ. ഈ √2ൻ്റെ ഒക്കെ വാല്യൂസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. 1.414 ആണ് കേട്ടോ, 1.414. നിങ്ങളൊരു പ്രോബ്ലത്തിലൊക്കെ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കും. √2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർ √2ൻ്റെ വാല്യൂ പറഞ്ഞിരിക്കും. അല്ലാത്ത കേസിലാണെങ്കിൽ 1/√2 എന്നോ √2 ഇട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ പോകണതാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. അടുത്തത് sin 30 1/2, sin 45 1/√2 എന്ന് പറഞ്ഞു. ഓക്കേടാ. അപ്പോൾ ഇങ്ങനെ എഴുതാം. സൈൻ്റെ വാല്യൂ 0, sin 0 ആണ്. അടുത്ത എന്തായിരുന്നു വന്നത്? sin 30. sin 30യുടെ വാല്യൂ എന്താ വന്നത്? സൈൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറയുന്നതെല്ലാം. sin 30യുടെ വാല്യൂ എന്താ വന്നത്? sin 30 1/2. നമ്മളതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചു വെക്കും കേട്ടോ. ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കി ഒരു ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഒക്കെ വരുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും. sin 30 1/2 ആണ്. അടുത്ത എന്താണ്? sin 45. sin 45 എന്താണ്? 1/√2 ആണ്. sin 45 1/√2 ആണ്. അടുത്ത എന്താണ്? sin 60. sin 60യുടെ വാല്യൂ എന്താണ്? √3/2. sin 60 വന്നിട്ട് √3/2. അടുത്ത എന്താണ്? sin 90. sin 90 എത്രയുടെ? 1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നന്നായിട്ട് അങ്ങ് വരട്ടെ. ഏതൊക്കെയാണ്? sin 0, sin 30 1/2, sin 45 1/√2, sin 60 √3/2, sin 90 1. ഇനി നമുക്ക് കോസിലേക്ക് വരാം. കോസ് വരുമ്പോൾ കോസ് ഞാൻ പറയുവാണ്. ഇവിടെ കൊടുത്തേക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചു വരും. നമുക്കത് കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. sin 0 ആയിരുന്നു. അപ്പോൾ cos 0യോ? cos 0 0 അല്ല. cos 0 എന്താണ്? cos 0 1 ആണ്. കണ്ടോ, sin 0 ആയിരുന്നെങ്കിൽ cos 0യുടെ വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ എന്താ? sin 30 എന്തായിരുന്നു? 1/2 ആയിരുന്നു. പക്ഷെ ഇവിടെയോ? ഇവിടെ sin 30 1/2 ആയിരുന്നെങ്കിൽ ഇവിടെ cos 30 1/2 ആണോ? അല്ല. cos 30 എന്താണ്? √3/2 ആണ്. കണ്ടോ, cos 30 എന്താണ്? √3/2 ആണ്. അടുത്ത എന്താ? 45. sin 45 എന്തായിരുന്നു? 1/√2 ആയിരുന്നു. ഇവിടെ വന്നിട്ടോ cos 45 1/√2 ആണ്. പ്രത്യേകം ആലോചിക്കണം, സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ ഒരേപോലെ വരുന്ന ഒരു എന്താണ് ആംഗിളാണ് ഇത് 45 ഡിഗ്രി എന്ന് പറയുന്നത്. sin 45 cos 45 എന്താണ്? 1/√2 തന്നെയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഓക്കെ. അപ്പോൾ sin 45 cos 45 1/√2 വന്നു. അടുത്ത എന്താണ്? അടുത്ത നമ്മൾ പറഞ്ഞു sin 60 എന്തായിരുന്നു? √3/2 ആയിരുന്നു. sin 60 √3/2 ആയിരുന്നു. പക്ഷേ ഇവിടെയോ cos 60 വന്നിട്ട് 1/2 ഉള്ളൂ. 1/2. cos 60 1/2 ആണ്. അടുത്ത എന്താണ്? sin 90 1 ആയിരുന്നു. cos 90 എന്താണ്? cos 90 0 ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഒന്ന് മനസ്സിലായി കാണും. എന്താ? ഇവർ തമ്മിലൊരു എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? സൈനിൻ്റെ വാല്യൂ 0, സൈനിൻ്റെ വാല്യൂ 0 വന്നപ്പം sin 0 ആയിരുന്നു. cos 0 എന്തായി? 1 ആയി. sin 0 cos 0 1 ആയി. ഇനി sin 90 1 ആയി, cos 90 0 ആയി. കണ്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ വന്നേ. അത് പെട്ടെന്ന് അതിന് ഓർത്ത് വെച്ചിരിക്കുക എളുപ്പമായിരിക്കും. ഒരു വാല്യൂ പഠിച്ചു വയ്ക്കും. അപ്പോൾ സൈൻ്റെ വാല്യൂകൾ പഠിച്ചു. അപ്പോൾ sin 0 പഠിച്ചു വെച്ചു. sin 0 ആണ്. അപ്പോഴേ ബാക്കിയെല്ലാം മനസ്സിൽ വരണം. sin 0 ആണല്ലോ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? cos 0യുടെ വാല്യൂ 1 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇനി sin 0 ആയിരുന്നല്ലോ, അപ്പോൾ sin 90 1 ആയിരിക്കും. ഓക്കെ. sin 90 1 ആണല്ലോ, അപ്പോൾ cos 90 എന്തായിരിക്കും? 0 ആയിരിക്കും. അത് 4 കിട്ടിയില്ലേ? എളുപ്പമാണത് പഠിക്കാൻ. അതുപോലെ തന്നെ അടുത്ത വരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു 45ൻ്റെ കാര്യം. 45ൻ്റെ കാര്യം sin 45 ആണെങ്കിലും cos 45 ആണെങ്കിലും രണ്ടുപേരുടെയും വാല്യൂ എന്താണ്? 1/√2 സെയിം ആണ്. അപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെ വാല്യൂ ഒരേപോലെ വരുന്ന എവിടെയാണ്? 1/√2 വരുമ്പോഴാണ്. 45 ഡിഗ്രിയിലാണ്. അതും മനസ്സിലങ്ങ് വരട്ടെ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? 0 പഠിച്ചു, sin 0, cos 0, sin 90, cos 90 4 പഠിച്ചു. പിന്നെന്താ? sin 45 പഠിച്ചു, cos 45 പഠിച്ചു. 4 6 പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? ഇനി നമുക്ക് sin 30 അതുപോലെ തന്നെ cos 30 sin 60 cos 60 പഠിക്കാനുള്ളത്. അതിനും വഴിയുണ്ട്. അതും എളുപ്പമാണ്. നമ്മൾ sin 30 എത്രയാണ് പറഞ്ഞേ? sin 30 വന്ന് 1/2 ആയിരുന്നു. sin 30 1/2 ആണെങ്കിൽ എന്തായാലും sin 30 1/2 ആണെങ്കിൽ സൈനിൻ്റെ ഇനി വേറെ ഇവിടുത്തെ വാല്യൂസ് ഒന്നും 1/2 വരത്തില്ലല്ലോ. sin 30 1/2 ആണെങ്കിൽ cos 60 1/2 ആണ്. അപ്പോൾ sin 30 cos 60 ഫ്രണ്ട്സ് ആണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. sin 30 ഈക്വൽ ടു cos 60 ഈക്വൽ ടു 1/2 കണ്ടോ. sin 30 ഈക്വൽ ടു cos 60 ഈസ് ഈക്വൽ ടു 1/2. അപ്പം ഒരു 2 വാല്യൂസ് ഒരു കിട്ടിയല്ലോ. 6 8 വാല്യൂസ് നമുക്ക് കിട്ടിയില്ലേ? ഇനി അതുപോലെ തന്നെ sin 60 sin 30 ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. sin 30 പറഞ്ഞു 1/2. അടുത്ത sin 60 എന്താ ഇവിടെ? √3/2 അല്ലേ? sin 60 √3/2 ആണെങ്കിൽ എന്താണ്? cos 30 √3/2 ആണ് കേട്ടോ. ഇവർ തമ്മിലൊരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട് കണ്ടോ.
കോസ് 30യും എന്താണ് സൈൻ 60യും √3/2 ആണ്. കോസ് 30 ഈക്വൽ ടു സൈൻ 60 ഈക്വൽ ടു √3/2. ഇതാണ് നമ്മുടെ ട്രിഗണോമെട്രിക് ടേബിൾ എന്ന് പറയുന്നത് മെയിനായിട്ടും. ഇതിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടോ 180 ഒക്കെ നമുക്ക് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് ആലോചിക്കാം സൈൻ 0 എന്തായിരുന്നു 0 ആയിരുന്നു, സൈൻ 90 1 ആയി, പിന്നെ വീണ്ടും സൈനിന്റെ വാല്യൂ 0 വരുന്നത് എപ്പോഴാണ്? സൈനിന്റെ വാല്യൂ പിന്നെ വീണ്ടും 0 വരുന്നത് 180 ഡിഗ്രിയിലാണ് കേട്ടോ. സൈൻ 180 0 360 0 അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് പറഞ്ഞത്. സൈൻ ട്രിഗണോമെട്രിക് ടേബിളിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ കുറച്ച് വാല്യൂസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൈൻ 0 0 ആണ്. അപ്പോൾ കോസ് 0 എന്തായി? കോസ് 0 1 ആയി. സൈൻ 0 0 ആണെങ്കിൽ സൈൻ 90 1 ആയിരിക്കും. സൈൻ 90 1 ആണെങ്കിൽ കോസ് 90 0 ആയിരിക്കും. അങ്ങനെ എടുത്തൂടെ നമുക്ക്? അങ്ങനെ എടുത്തു. അപ്പം നമുക്ക് ആ ഒരു 90യുടെയും 0യുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത് നമുക്ക് എന്താണ് സൈൻ, ഇനി നമുക്ക് 30യുടെയും 60യുടെയും കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് 0യുടെയും 90യുടെയും കാര്യമാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് എന്താണ്? 30യുടെയും 60യുടെയും കാര്യത്തിലേക്കാണ്. അപ്പോൾ 30 പറയുമ്പോഴോ സൈൻ 30യുടെ വാല്യൂ എന്താണ്? സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. സൈൻ 30 അതുപോലെ തന്നെ സൈൻ 30ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള കോസിലെ വാല്യൂ ഏതാണ്? സൈൻ 30യും കോസ് 60യും. സൈൻ 30യും കോസ് 60യും രണ്ടുപേരും എന്താണ്? 1/2 ആണ്. അതുപോലെ തന്നെ കോസ് 30യും സൈൻ 60യും എന്താണ്? √3/2 ആണ്. അതും പറഞ്ഞു, അത് രണ്ടും സെയിം ആണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ സൈനിന്റെയും കോസിന്റെയും വാല്യൂ തുല്യമായിട്ട് വരുന്നത് എവിടെയാണ്? 45 ഡിഗ്രിയിലാണ്. അത്രയും പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അത്രയും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞു. ട്രിഗണോമെട്രിക് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിനെ കുറിച്ചിട്ടാണ് അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസിന്റെ സൈഡ്സിനും ആംഗിൾസിനും ഒക്കെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതാണെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഓരോ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറത്തെ കുറിച്ച് പറഞ്ഞു. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ √ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പിന്നെ എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണെങ്കിലോ ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു എന്താ? √ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ബേസ് സ്ക്വയർ അല്ലെങ്കിൽ ബേസ് കണ്ടുപിടിക്കാൻ എന്താണ്? √ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ അതെല്ലാം പറഞ്ഞു. പിന്നെ എന്താ നമ്മൾ പറഞ്ഞേ? പിന്നെ നമ്മൾ സൈന്റെയും കോസിന്റെയും ട്രിഗണോമെട്രിക് റേഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു. ട്രിഗണോമെട്രിക് റേഷ്യൂസ് സൈൻ തീറ്റ എന്താണ്, കോസ് തീറ്റ എന്താണ്, ടാൻ തീറ്റ എന്താണ്, കൊസിക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ വന്നിട്ട് നമ്മൾ പറഞ്ഞതാണ് ട്രിഗണോമെട്രിക് ടേബിൾ. ഓക്കെ, അതുവരെ ക്ലിയർ ആയെന്നൊക്കെ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തിലേക്ക് പോകാം. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ബാക്കി രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ സം എന്തായിരിക്കും? രണ്ടുപേരുടെ സം 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് ഇരിക്കട്ടെ. ഇതില് ഈ ഒരു ആംഗിൾ എന്താണ്? ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ബാക്കിയുള്ള രണ്ട് ആംഗിൾ എയും സിയും കൂടി കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എല്ലാം കൂടി കൂട്ടുമ്പോൾ മൂന്നൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുന്നതുകൊണ്ടാണ് ബാക്കി രണ്ടും കൂടി ചേർത്ത് 90 ഡിഗ്രി ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ രണ്ട് ആംഗിൾ കൂടി ചേരുമ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതിൽ ഈ രണ്ട് ആംഗിളിൽ ഈ ആംഗിളും 45 ഡിഗ്രി വീതമാണെങ്കിൽ, അതായത് മൊത്തം കൂടി 90 ഡിഗ്രിയിൽ ഇത് രണ്ടും 45 ഡിഗ്രി ഈച്ച് ആണെങ്കിൽ, ഇതും 45 ഡിഗ്രി ആണെങ്കിൽ എന്താ പ്രത്യേകത? റേഷ്യോ ഓഫ് ദ സൈഡ്സ് ആർ എന്തായിരിക്കും? 1:1:√2. ഇവരുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:1:√2 ആയിരിക്കും. ഇവരുടെ ആംഗിൾ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വന്നാൽ 45 90 വന്നാൽ അവരുടെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും എന്നാ പറഞ്ഞേ? 1:1:√2. അതായത് ഈ 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്, ഈ 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് കണ്ടോ? 1:1:√2 ആയി. ക്ലിയർ ആയോ? അതാണ് പറഞ്ഞത്. കണ്ടോ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടോ? 90 ഡിഗ്രി 45. അപ്പോൾ ഈ 45 ഇവിടെ ഇത് 1, ഇത് 1, ഇത് √2 കണ്ടോ. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിനകത്ത് സൈൻ 45ന്റെയും ടാൻ 45ന്റെയും കോസ് 45ന്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ആലോചിച്ച് നോക്കി. ഇതിൽ നിന്ന് ഞാനിപ്പോൾ സൈൻ 45 പറയുകയാണ്. സൈൻ 45 നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് സൈൻ 45? 1/√2 ആണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കാം. സൈൻ 45 ആകുമ്പോൾ 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് 1 ഹൈപ്പോട്ടന്യൂസ് 1/√2 കണ്ടോ. സൈൻ 45 1/√2 കിട്ടിയുണ്ടോ. അതേപോലെ കോസ് 45 ആണെങ്കിലോ കോസ് 45 വരുമ്പോൾ എന്തായിരിക്കും? കോസ് 45 ആകുമ്പോൾ അഡ്ജസന്റ് സൈഡ് 1 എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ്, അതും 1/√2 കണ്ടോ. ഇനി നേരത്തെ അവിടെ പറഞ്ഞതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ടാനിന്റെ കാര്യം. ഞാൻ അത് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി ഇട്ടിരിക്കുമായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അവിടെ വെച്ച് ഞാൻ ടാനിനെ പറ്റി പറയുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയിപ്പോ. ഫിഗറിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സൈനിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് പറഞ്ഞു. കോസ് ആണെങ്കിലോ അഡ്ജസന്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് പറഞ്ഞു. ഇനി ടാൻ എന്താ നമ്മൾ പറഞ്ഞേ?
ടാൻ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്, അതാണ് ടാൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടാൻ 45 പറഞ്ഞു നോക്കിയാലോ. ഇനി നമുക്ക് ടാനിന്റെ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം കേട്ടോ. ടാൻ 45 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് 1/1 എന്ന് കിട്ടിയല്ലേ, അല്ലെങ്കിൽ 1/1 ഈസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ടാൻ 45ന്റെ വാല്യൂ കിട്ടിയല്ലോ. ടാൻ 45ന്റെ വാല്യൂ 1 എന്ന് കിട്ടിയില്ലേ. ഇനി ടാൻ 45ന്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോഡ് 45ന്റെ വാല്യൂ പറയാം. കോഡ് 45 എന്തായിരിക്കും? കോഡ് 45 ഈസ് ഈക്വൽ ടു 1/tan θ. അപ്പോൾ 1/tan 45 1/1. അപ്പോൾ അതെന്ത് വരും? അതും 1 എന്ന് വരും. അപ്പോൾ ഇപ്പോൾ 45ന്റെ എല്ലാം ക്ലിയർ ആയി. 45ന്റെ ആകുമ്പോൾ ഏതാണ്? സൈൻ 45 1/√2, കോസ് 45 1/√2, ടാൻ 45 എന്താണ്? 1 എന്ന് കിട്ടി. കോഡ് 45 അതും എന്ത് കിട്ടി? അതും 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ? ഇനി നമുക്ക് കൊസീക് 45 അതുപോലെ സീക് 45 അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ നമ്മൾ. കൊസീക് 45 സീക് 45. ഓക്കെ, കൊസീക് 45 പറയുവാണ് ഞാൻ. കൊസീക് 45 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/sin 45 അല്ലേ? 1/sin 45 അല്ലേ കൊസീക് 45? അതെ. അപ്പോൾ 1/sin 45 എന്തായിരുന്നു? സൈൻ 45 1/√2 ആയിരുന്നു. അപ്പോൾ അതങ്ങ് തിരിച്ചു വരും 1/1/√2, അതായത് √2 എന്ന് വരും. അപ്പോൾ കൊസീക് 45ന്റെ വാല്യൂ എന്തുവാടെ? √2 എന്ന് വരും. ശരിക്കും നിങ്ങൾക്ക് സൈൻ 45 അറിയാമെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി കേട്ടോ. ആദ്യത്തെ ഒരു 3 ബേസ് ആയിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് ബാക്കി എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത എന്താ? കൊസീക് 45 കിട്ടി. അടുത്ത സീക് 45 വേണം. സീക് 45 എങ്ങനെയും? സീക് 45 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/cos 45. അപ്പോൾ cos 45 എന്താ? 1/cos 45ന്റെ വാല്യൂ 1/√2 ആയിരുന്നു. 1/1/√2. അപ്പോൾ അതും √2 എന്ന് വരും. ഓക്കെ ആയല്ലോ? ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ശരിക്കും 45ലുള്ള എല്ലാവരുടെയും വാല്യൂ. സൈൻ 45 1/√2, കോസ് 45 അതും എന്തായിരുന്നു? 1/√2. അപ്പോൾ കൊസീക് 45 √2, സീക് 45 അതും √2, ടാൻ 45 1, പിന്നെ എന്താണ്? കൊസീക് 45 കോഡ് 45 1 എന്ന് വന്നു. അപ്പോൾ 45ന്റെ എല്ലാ വാല്യൂസും കിട്ടിയല്ലോ അല്ലേ. ഇനി നമുക്ക് അടുത്തേക്ക് നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ ഞാൻ പറഞ്ഞു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി, ഈ രണ്ട് ആംഗിളിന്റെ കൂടി അതായത് ഈ ആംഗിൾ 45 ഡിഗ്രിയും ഇത് 45 ഡിഗ്രി ആണെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ 1:1:√2 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനടുത്ത് പറയാൻ പോലെയാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എന്താണ് ബാക്കിയുള്ള രണ്ട് സൈഡ്, അതായത് ഒരു സൈഡ് 90 ഡിഗ്രി, ബാക്കിയുള്ള രണ്ട് സൈഡും 30 ഡിഗ്രിയും 60 ഡിഗ്രിയും വീതമാണെങ്കിൽ എങ്ങനെ വരും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2. അതായത് 30:60:90 റേഷ്യോ എന്ത് വരും? 1:√3:2 എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ 45 90 ആണെങ്കിൽ 1:1:√2 വരും. 30:60:90 ആണെങ്കിൽ 1:√3:2 എന്നും വരും. ഓക്കെ ആണോ? കണ്ടോ, 30ക്ക് ഓപ്പോസിറ്റ് വരുന്നത് 1, 60ക്ക് ഓപ്പോസിറ്റ് വരുന്നത് √3, 90ക്ക് ഓപ്പോസിറ്റ് 2 വന്നു. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ട്രിഗ്നോമെട്രിക് എന്താണ് ടേബിളിലെ വാല്യൂസ് ഒക്കെ വെച്ചൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയടാ, നമ്മൾ എന്തായിരുന്നു സൈൻ 30യുടെ 30 തൊട്ട് തന്നെ എടുക്കാം. സൈൻ 30യുടെ വാല്യൂ നമ്മൾ എന്താ പറഞ്ഞേ? സൈൻ 30 നമ്മൾ പഠിച്ചു. സൈൻ 30 1/2 ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ ഫിഗർ നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2 ആണല്ലോ അല്ലേ. അപ്പോൾ സൈൻ 30 1/2 ആണെങ്കിൽ എന്തായിരിക്കും കൊസീക് 30യുടെ വാല്യൂ? റെസിപ്രോക്കൽ അല്ലേ. കൊസീക് 30 ഈക്വൽ ടു, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ ഈ ഫിഗർ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. കൊസീക് 30 എന്തായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് 1/1/2, അതായത് 2 എന്ന് വരും അല്ലേ. അടുത്ത എന്താ? അടുത്തത് സൈൻ 60 നോക്കില്ല. സൈൻ 60 ആവുമ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. സൈൻ 60യുടെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് √3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സൈൻ 60 √3 ഡിവൈഡ് ബൈ 2 ആണെങ്കിൽ എന്തായിരിക്കും? കൊസീക് 60 എന്തായിരിക്കും? കൊസീക് 60 സൈൻ 30 1/2 ആയപ്പോൾ കൊസീക് 30 2 ആയി. സൈൻ 60 √3/2 ആവുമ്പോൾ കൊസീക് 60 എന്താവും? 2/√3 ആവും. റെസിപ്രോക്കൽ അല്ലേ. ഇനി എന്താണ്? സൈൻ 90യുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് സൈനില് എന്താണ് 30യുടെയും 60യുടെയും ഒക്കെ വാല്യൂസ്. ഇനി നമുക്ക് നോക്കാം കോസിന്റെ നോക്കാം. കോസ് 30 നമ്മൾ എന്താ പഠിച്ചത്? കോസ് 30 √3/2 ആയിരുന്നു. ഈ ഫിഗർ വെച്ച് നോക്കിക്കേ, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് √3 ഡിവൈഡ് ബൈ 2. കോസ് 30 √3/2 ആണെങ്കിൽ സീക് 30 എന്തായിരിക്കും? സീക് 30 1/cos 30 ആണ്. അപ്പോൾ 1/√3 ഡിവൈഡ് ബൈ 2 ആണ്, അതായത് 2 ഡിവൈഡ് ബൈ √3 എന്ന് വരും. എന്ത്? സീക് 30യുടെ വാല്യൂ അല്ലേ. അപ്പോൾ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്താണ്? നമ്മുടെ സൈൻ 30യുടെ വാല്യൂവും കോസ് 60യുടെ വാല്യൂവും സെയിം ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് നോക്കാം കോസ് 60യുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. കോസ് 60യുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് ഏതാ? 2 ആണ്. 1/2 അല്ലേ. അപ്പോൾ സൈൻ 30യുടെ വാല്യൂ 1/2 വന്നു, അതുപോലെ തന്നെ കോസ് 60യുടെ വാല്യൂ 1/2 വന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? സീക് 60യുടെ വാല്യൂ എന്ത് പറയാം? 1/1/2 അഥവാ 2 എന്ന് വരും.
അല്ലേ? അപ്പോൾ നമുക്ക് സീക്ക് 60യുടെ വാല്യൂ എന്ത് വന്നേ? സീക്ക് 60യുടെ വാല്യൂ 2 വന്നു. സീക്ക് 60യും അതുപോലെ തന്നെ എന്താണ് കൊസീക് 30യും സെയിം ആയി. കണ്ടോ, സീക്ക് 60യും കൊസീക് 30യും സെയിം ആയി. അതുപോലെ തന്നെ എന്തായിരുന്നു സൈൻ 60യും അതുപോലെ തന്നെ കോസ് 30യും സെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കൊസീക് 60യും സീക്ക് 30യും സെയിം ആണെന്ന് പറയാം. രണ്ടുപേരുടെ വാല്യൂ 2/√3 ആണ്. ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പോകണ്ട. നിങ്ങൾ ജസ്റ്റ് എന്താണ് ആ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും സൈനിന്റെയും കോസിന്റെയും 30, 60, 90 ഈ 45 ഇത്രയും വാല്യൂസ് ഒന്ന് പഠിച്ചേക്കും. 0, 90, 0, 30, 45, 90, ഓക്കെ 60 ഇത്രയും വാല്യൂസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാം സ്വന്തമായിട്ട് കിട്ടും കേട്ടോ. എല്ലാം സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ ഇതാണ് നമ്മൾ സൈനിന്റെയും സൈൻ 30, സൈൻ 60, കോസ് 30, കോസ് 60 ഇതിന്റെ കാര്യം പറയാം. ഇനി നമ്മൾ ടാനിലുള്ള 30യുടെയും 60യുടെയും പറഞ്ഞില്ലല്ലോ, അത് നോക്കാം. അപ്പൊ നമുക്ക് ടാൻ 30 എന്ത് വരും ഇവിടെ? ടാൻ 45ന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, 1 കിട്ടിയെന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് ടാൻ 30 എന്ത് പറയാം? നമുക്കറിയാം സൈൻ 30/കോസ് 30. സൈൻ 30 എന്തായിരുന്നു? സൈൻ 30 1/2 ആയിരുന്നു. കോസ് 30 എന്താണ്? 1/2 ഡിവൈഡഡ് ബൈ കോസ് 30 എന്തായിരുന്നു? √3 ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ? 1/2 ഇൻറ്റു കണ്ടോ, റെസിപ്രോക്കൽ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണം. ഇതങ്ങ് മുകളിൽ പോകും. അപ്പോൾ 2/√3 കണ്ടോ. അപ്പോൾ 1/√3 എന്ന് വരും. ടാൻ 30യുടെ വാല്യൂ 1/√3. ടാൻ 30 1/√3 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കോട്ട് 30 എന്തായിരിക്കും? കോട്ട് 30 അതുകൂടെ കൂടെ എഴുതി പോയാലോ നമുക്ക്? കോട്ട് 30 എന്നുള്ളത് 1/1/1/√3 എന്ന് വരും. 1/1/√3 അഥവാ കോട്ട് 30യുടെ വാല്യൂ എന്ത് വരും? √3 എന്ന് വരും. √3 ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ? 1/2 ഇൻറ്റു കണ്ടോ, റെസിപ്രോക്കൽ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണം. ഇതങ്ങ് മുകളിൽ പോകും. അപ്പോൾ 2/√3 കണ്ടോ. അപ്പോൾ 1/√3 എന്ന് വരും. ടാൻ 30യുടെ വാല്യൂ 1/√3. ടാൻ 30 1/√3 ആണെങ്കിൽ എന്താണ് അതിന്റെ റെസിപ്രോക്കൽ കോട്ട് 30 എന്തായിരിക്കും? കോട്ട് 30 അതുകൂടെ കൂടെ എഴുതി പോയാലോ നമുക്ക്? കോട്ട് 30 എന്നുള്ളത് 1/1/1/√3 എന്ന് വരും. 1/1/√3 അഥവാ കോട്ട് 30യുടെ വാല്യൂ എന്ത് വരും? √3 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിത്തൗട്ട് ആക്ച്വലി ഡ്രോയിങ് ദ ഫിഗേഴ്സ് ഓർ ലുക്കിംഗ് അപ്പ് ടേബിൾ can you arrange the numbers below in ascending order? Sin 1 degree, cos 1 degree, sin 2 degree, cos 2 degree. പടങ്ങളൊന്നും വരച്ചു വെക്കാൻ പറ്റത്തില്ല, ടേബിൾസ് ഒന്നും നോക്കാൻ പറ്റത്തില്ല. ഒന്നും നോക്കാതെ തന്നെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് നമുക്ക് അത് അറേഞ്ച് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? കോസ് 1 നമുക്ക് കോസ് 30യും സൈൻ 30യും ഒക്കെയാണ് ചോദിച്ചെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു അല്ലേ? ഇതെല്ലാം കോസ് 1ഉം സൈൻ 1ഉം 2 ഒക്കെ അല്ലേ കൊടുത്തേക്കുന്ന. നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ സൈനിന്റെ വാല്യൂ അതിന്റെ റേഞ്ച് എങ്ങനെയാണ്? എവിടെ തൊട്ട് എവിടെ വരെയാണ് സൈൻ വാല്യൂ റേഞ്ച് ചെയ്തിരിക്കുന്നത്? സൈനിന്റെ വാല്യൂ 0 to 90 അല്ലേ? 0 ഡിഗ്രി ടു 90 ഡിഗ്രി നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ്? 0 to 1 അല്ലേ സൈനിന്റെ വാല്യൂ? 0 to 1 അതായത് നോക്കിക്കേ, സൈൻ 0 0 അല്ലേ? സൈൻ 90 മാക്സിമം പോകുമ്പം 1, അതായത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും നമ്മുടെ സൈനിന്റെ വാല്യൂ. ഇപ്പോൾ 0 കഴിഞ്ഞിട്ട് എന്താണ് നമുക്കറിയാം, സൈൻ 30 വരുമ്പം 0.5 1/2 0.5 അങ്ങനെയൊക്കെയല്ലേ അതിൻ്റെ വാല്യൂസ് ഇങ്ങനെ പോയി മാക്സിമത്തിലല്ലേ 1 വരുന്നത് അല്ലേ? ആണ്. ഓക്കെ, ഇനി നമുക്ക് കോസിൻ്റെ നോക്കാം. കോസിൻ്റെ വാല്യൂ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സൈൻ 0 0 ആണ്. ഞാൻ പറഞ്ഞു സൈൻ 90 1 ആണെന്ന് പറഞ്ഞു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോസ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ കോസ് 0 എത്രയാണ്? കോസ് 0 1 ആണ്. കോസ് 90 എത്രയാണ്? കോസ് 90 0 ആണ്. അപ്പോൾ കോസിൻ്റെ വാല്യൂ മാക്സിമം എവിടെയായിരിക്കും തുടങ്ങുന്നത്? കോസിൻ്റെ വാല്യൂ മാക്സിമം അല്ലേ 1 അല്ലേ? അതായത് കോസിൻ്റെ വാല്യൂ ഡിക്രീസിങ് ആണ്, ഡിക്രീസിങ് ആയിട്ടാണ് പോണത് അല്ലേ? സൈനിൻ്റെ വാല്യൂ ആണെങ്കിലോ 0 to 1 ആയിട്ട് ഇൻക്രീസിങ് ആയിട്ടാണ് പോണത്. സൈൻ 1 സൈൻ 2 സൈൻ 3 എന്ന് പറഞ്ഞ് കൂടിയാണ് പോണത്. പക്ഷേ കോസിൻ്റെ വാല്യൂ തിരിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരുമായിരിക്കും ഓപ്ഷൻസ് നോക്കിക്കേ. ആദ്യം ഏതായിരിക്കും മിനിമൽ വാല്യൂ വരുന്നത്? സൈൻ കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ കോസിൻ്റെ വാല്യൂ വരത്തുള്ളൂ. അപ്പോൾ സൈൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ സൈൻ 1 ആയിരിക്കുമല്ലോ. സൈൻ 1 കഴിഞ്ഞു അല്ലേ? സൈൻ 1 കഴിഞ്ഞിട്ട് എന്തായിരിക്കും? സൈൻ 2 ആയിരിക്കും. സൈൻ 1 കഴിഞ്ഞിട്ട് സൈൻ 2, സൈൻ 1 കഴിഞ്ഞ് സൈൻ 2 കഴിഞ്ഞ് പിന്നെ എന്തായിരിക്കും? കോസിൻ്റെ വാല്യൂ നോക്കിക്കേ, കോസിൻ്റെ വാല്യൂ തിരിച്ചാണ് വരുന്നത് അല്ലേ? കോസ് 0 ആണ് കൂടുതൽ, പിന്നെ വാല്യൂസ് 0 ഇങ്ങനെ വാല്യൂ കൂടുമ്പോൾ വാല്യൂസ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ കോസിൻ്റെ കൂടിയ വാല്യൂ ആദ്യം എഴുതണം, കോസ് 2. അത് കഴിഞ്ഞിട്ടായിരിക്കും കോസ് 1. അപ്പോൾ സൈൻ 1 സൈൻ 2 കോസ് 2 കോസ് 1. ഇതായിരിക്കും ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. എന്താണ്? A 1.5 meter tall boy is standing at some distance from 30 meter tall building. The angle of elevation of his eye to the top of the building increases from 30 degree to 60 degree as he walked towards the building. Find the distance he walked through the building. അല്ലേ?
ഒരാളുടെ ഹൈറ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം, ഹൈറ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ സബ്ട്രാക്ട് ചെയ്യാനുള്ള സ്ഥലത്ത് സബ്ട്രാക്ട് ചെയ്ത് വേണം ചെയ്യാൻ. 1.5 മീറ്റർ ടോൾ ബോയ് ആണ്, സ്റ്റാൻഡിങ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം 30 മീറ്റർ ടോൾ ബിൽഡിംഗ്. 30 മീറ്റർ ടോൾ ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, 1.5 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളുണ്ട്. ദെൻ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹിസ് ഐ, ആ ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിലേക്ക് നോക്കുവാണ്. നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു വരുവാണേ ആൾ. നമ്മൾ മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്താണ്, ഹിസ് ഐ ടു ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്, ദ ഇൻക്രീസസ് ഫ്രം ആംഗിൾ ഓഫ് എലിവേഷൻ ഇൻക്രീസസ് ഫ്രം 30 ഡിഗ്രി ടു 60 ഡിഗ്രി. ആദ്യം ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആയിരുന്നു, പിന്നെന്തായി 60 ഡിഗ്രി ആയി. ഓക്കെ, ഇതാണ് പറഞ്ഞ കാര്യം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഹി വാക്ക്ഡ് ത്രൂ ദ ബിൽഡിംഗ്. അയാൾ എത്രമാത്രം ഡിസ്റ്റൻസ് ആ ബിൽഡിങ്ങിലൂടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. 30 ഡിഗ്രി, 60 ഡിഗ്രി. നമുക്ക് ഓരോ പേരൊക്കെ കൊടുത്തെഴുതാം. എ ബി സി ഡി. അപ്പോൾ നമ്മുടെ ഹൈറ്റ് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് മൊത്തവും എത്ര, 30 മീറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് മൊത്തവും 30 മീറ്റർ ആണ്. പക്ഷേ നമ്മുടെ ഒബ്സർവറിൻ്റെ ഐ തൊട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കാനുള്ളത് കൊണ്ട് ഒബ്സർവറിൻ്റെ ആ ഒരു ഹൈറ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒബ്സർവർ എത്ര, 1.5 അല്ലേ. അപ്പോൾ 30ൽ നിന്ന് 30 മൈനസ് 1.5 ചെയ്യുമ്പോൾ 28.5 എന്ന് വരും. 28.5. ഈ 28.5നെ നമ്മളൊന്ന് എന്താണ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 57 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതണേ. 57/2. നിങ്ങൾക്ക് 28.5 ഇട്ട് വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ ചെയ്യുന്ന സമയത്ത് പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് ഫ്രാക്ഷനൊക്കെ ആകുമ്പോൾ വെട്ടി പോകാനുള്ളതൊക്കെ വെട്ടി പോകുമല്ലോ, കട്ടാവാനുള്ളത് കട്ടാവുന്നതുകൊണ്ട് ഞാൻ ഒന്ന് കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടി 57.2 എന്ന് പറയുന്ന രീതിയിലൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ എ ബിയുടെ ലെങ്ത്. അപ്പം നമുക്ക് എ ബി എന്തെഴുതാം, എ ബി ഈസ് ഈക്വൽ ടു 57/2 വിച്ച് ഈസ് ഈക്വൽ ടു 28.5. ഇനി നമുക്ക് ഫസ്റ്റത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതാണ് ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഡി കൺസിഡർ ചെയ്യാം. എ ബി ഡി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, tan 30 എടുക്കാമല്ലോ. tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ, എ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാ, ബി ഡി അല്ലേ. അപ്പോൾ എ ബി ബൈ ബി ഡി നമുക്ക് എടുക്കാം. ഓക്കെ, എ ബി ബൈ ബി ഡി എടുത്തു അല്ലേ. അത് നമുക്ക് എന്താ, എ ബിയുടെ വാല്യൂ നമുക്ക് അറിയാമല്ലോ. എ ബി എത്ര, 57/2. അപ്പോൾ tan 30 എത്ര, 1/√3 ആണ്, ഈക്വൽ ടു 57 ഡിവൈഡഡ് ബൈ 2. ബി ഡി എവിടെയാണ്, ബി ഡി ബി ഡി താഴെയാണ്. അപ്പം ഇൻറ്റു ബി ഡി. ഓക്കെ, അതിനകത്ത് നമുക്ക് ബി ഡിയുടെ എക്സ്പ്രഷൻ എഴുതിക്കൂടെ, ബി ഡി അങ്ങ് മുകളിൽ പോകത്തില്ലേ. അപ്പോൾ എന്ത് വരും, ബി ഡി ഈസ് ഈക്വൽ ടു 57/2. ഇവിടെ 1/√3 അല്ലേ, ഇതിപ്പോഴത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യത്തില്ലേ, ആ √3 അങ്ങ് മുകളിൽ പോയി. സോ 57√3 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്, ബി ഡി ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കിട്ടിയത്, ബി ഡി 57√3 ഡിവൈഡഡ് ബൈ 2. ഇനി എന്താ വേണ്ടേ, ഇനി നമുക്ക് ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്, എത്രമാത്രം ഡിസ്റ്റൻസ് ആണ് അയാൾ മുമ്പോട്ട് നടന്നതെന്ന്, ഇവിടുന്ന് ഇവിടം വരെ വരാനെടുത്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. മനസ്സിലായോ? അതെങ്ങനെ ചെയ്യാം, നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ എന്താ, ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ, ലോജിക്ക് പ്രകാരം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു, ടോട്ടൽ ഡിസ്റ്റൻസ് ബി ഡി കിട്ടി. എന്നിട്ട് എന്ത് വേണം, ചെറിയ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് ആ രണ്ട് ഡിസ്റ്റൻസ് നമ്മളൊന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മുടെ ലോജിക്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബി ഡി കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ചെറിയ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ വരും, tan 60 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ എത്ര, ഓപ്പോസിറ്റ് എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് എത്രയാണ്, ബി സി നമുക്കറിയില്ല, ബി സി tan 60 അല്ലേ. tan 60 ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ ബി സി എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ tan 60 എ ബി ബൈ ബി സി എന്ന് കിട്ടി. നമുക്ക് അതിൽ നിന്ന് ബി സി കണ്ടുപിടിക്കാം അല്ലേ. ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യണം. ട്രയാങ്കിൾ എ ബി സി ആകുമ്പോഴോ, ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് ആരും വിട്ടുപോകരുത്, 30 അല്ല 28.5, അതായത് 57/2 ആണേ. അപ്പോൾ നമുക്ക് tan 6 ചെയ്യാം. tan 6 ചെയ്യുമ്പോൾ എ ബി ഡിവൈഡഡ് ബൈ എന്താണ്, ബി സി അല്ലേ. എ ബിയുടെ ലെങ്ത് 28.5 അഥവാ 57/2 ആണെന്ന് മറക്കരുതേ. അപ്പോൾ tan 60 വാല്യൂ കിട്ടും. tan 60ൻ്റെ വാല്യൂ എത്ര, √3 ഈസ് ഈക്വൽ ടു എ ബിക്ക് പകരം നമുക്ക് എന്തെഴുതാം, 57 ഡിവൈഡഡ് ബൈ 2 ബൈ ബി സി.
അപ്പോൾ അതിന് ബി സി എങ്ങനെ എഴുതാം? ബി സി അങ്ങ് മുകളിൽ പോകും. ബി സി ഈക്വൽ ടു ബി സി മുകളിൽ പോകുമ്പോൾ √3 ഇങ്ങ് താഴെ വരും. 57 ഡിവൈഡഡ് ബൈ 2√3 എന്ന് വരും. കണ്ടോ? 57 ഡിവൈഡഡ് ബൈ 2√3 എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് സി ഡി കണ്ടുപിടിക്കണം. സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ ബി ഡിയുടെ വാല്യൂവിൽ നിന്ന്, മൊത്തത്തിലുള്ള ബി ഡിയിൽ നിന്ന് ഈ ബി സി സബ്ട്രാക്ട് ചെയ്താൽ മതി. ബി ഡി എവിടെ? അപ്പോൾ നമുക്ക് ഞാൻ പറയുകയാണ് ബി സി എന്താണ് കണ്ടുപിടിക്കണത്? സി ഡി കണ്ടുപിടിക്കാനായിട്ട് സി ഡി ഈക്വൽ ടു എന്താണ്? സി ഡി ഈക്വൽ ടു ബി ഡി മൈനസ് ബി ഡി എവിടെ? 57 ബൈ 2√3. 57 ബൈ 2 ഇൻറ്റു √3 മൈനസ് 57 ബൈ 2√3. 57 ബൈ 2√3. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 57 ബൈ 2 രണ്ട് സ്ഥലത്തുണ്ടല്ലോ. നമുക്ക് ഈ 57 ബൈ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ? സി ഡി ഈക്വൽ ടു 57 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √3 മൈനസ് 1. ഇവിടെ നിന്ന് √3 ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? ഇതിങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു 1 ബൈ √3 ഉണ്ട് അല്ലേ? ഇവിടെ ഒരു √3 ഉണ്ട്. അപ്പോൾ 57 ബൈ 2 ഇനി പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ ഉള്ളത്? √3 മൈനസ് 1 ബൈ √3. കണ്ടോ? അപ്പോൾ ഈ √3 മൈനസ് 1 ബൈ √3 നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. 57 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √3 ഇൻറ്റു √3. √3 ഇൻറ്റു √3 √3 സ്ക്വയർ. √3 സ്ക്വയർ എത്ര? 3 മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ √3 അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? ആണ്. അപ്പോൾ 57 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 മൈനസ് 1 2 ഡിവൈഡഡ് ബൈ √3 അല്ലേ? ഇവിടെ ഒരു 2 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. 57 ഡിവൈഡഡ് ബൈ √3 എന്ന് വന്നു. 57 ബൈ √3 എന്ന് വന്നു. ഈ 57 ബൈ √3 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് √3 ഒരിക്കലും ഡിനോമിനേറ്റർ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. നമ്മൾ എന്ത് വേണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 57 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 ബൈ √3. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് വരും? 57 √3 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 3 വരും. കണ്ടോ? ഇനി എന്ത് ചെയ്യണം? 57 ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കണം. 57 3 തമ്മിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ 19 എന്ന് വരും. 19. സോ 19 ഇൻറ്റു √3 എന്ന് വരും. ഈ 19 ഇൻറ്റു √3 ആണ് ശരിക്കും ആ ഒരു സി ഡിയുടെ ഡിസ്റ്റൻസ്. അതായത് 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ആ കുട്ടി നടക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് 19√3 എന്ന് പറയുന്നത്. നോക്കിക്കേ, 19√3 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ ആണ് 19√3. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വരുന്നത്. ഓക്കെ, ഇതിൽ പറയാനുള്ള കാര്യം, നമ്മുടെ ഇപ്പം ഇന്ന് കുറച്ച് ആംഗിൾ ഓഫ് എലിവേഷൻ്റെയും ആംഗിൾ ഓഫ് ഡിപ്രഷൻ്റെയും പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് നന്നായിട്ട് മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ വീഡിയോയിൽ കയറിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എല്ലാം വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രാക്ടീസ് ആവും നിങ്ങൾക്ക്. ഓക്കെ.